ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ദൈവശക്തി എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയ്ക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തകളെ, ആലോചനകളെ, തീരുമാനങ്ങളെ, ബുദ്ധിശക്തിയെ കർത്താവെ അത്ഭുതകരമായി നിയന്ത്രിക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് ഒരു കാരണവശാലും ഒരു തിന്മയും എന്നെ തുടരുത്. കർത്താവെ, നിന്റെ ശക്തി വചനത്താൽ എന്നിൽ നിറയപ്പെടണമേ. ആഗ്രഹിക്കണം. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അല്പം കൂടെ ഉച്ചത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. എൻ്റെ ഒരു കുഞ്ഞു ചോദ്യം, നിങ്ങൾക്ക് അയൽവാസികളുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ അയൽവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇന്ന് ജീവിത ശൈലികൾ മാറിയപ്പോൾ ഫ്ലാറ്റ് സിസ്റ്റമൊക്കെ വന്നപ്പോഴത്തേക്ക് തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആരാണെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത ആളുകളുണ്ട്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്ന പലരുടെ അവസ്ഥ അങ്ങനെയാണ്. ഫ്ലാറ്റ് സിസ്റ്റത്തിലാണ്. തൊട്ടപ്പുറത്തെ ആ ബിൽഡിങ്ങിൽ ആര് താമസിക്കുന്നു, തൊട്ടടുത്ത മുറിയിൽ ആര് താമസിക്കുന്നു എന്നൊരു പിടുത്തം പോലും കിട്ടാത്തവരുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും നാട്ടിൻപുറങ്ങളിൽ അയൽവാസികളൊക്കെ തൊട്ടടുത്തുള്ളവരാണ്. എൻ്റെ ഒരു ചോദ്യം, നിങ്ങളുടെ അയൽവാസിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അയൽവാസിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ചിലരെന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നുണ്ട്, ചിലരിങ്ങനെ കാണിക്കുന്നുണ്ട്, ചിലരിങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസിയെക്കുറിച്ച് ഞങ്ങൾക്ക് പല 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 അഭിപ്രായങ്ങളാണ് അച്ഛാ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കടം ഇതായിരുന്നു. അവർക്ക് വേറെ സങ്കടമൊന്നുമില്ല, അവർക്ക് പറയാനുള്ളത് മുഴുവൻ അയൽവാസിയെക്കുറിച്ചാണ്. എൻ്റെ അച്ഛാ, പറയാതിരിക്കുന്നതാണ് ഭേദം. എന്നാ മനുഷ്യരാ അച്ഛാ അവര്, എന്നാ മനുഷ്യരാ! ഓ, ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? ഒരു വാടക വീടാണ്. ആ വാടക വീട്ടിലോട്ട് വന്ന് താമസിക്കുന്നവരെ അയൽവാസികളെ ഒരു പുത്തൻ ടീമാ. അവരെക്കുറിച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഇപ്പുറത്തെ വീട്ടുകാരാണ് പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. ഇവര് പറയുന്നത്, എൻ്റെ അച്ഛാ, ആ നശിച്ചതുങ്ങൾ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഗതി പിടിച്ചിട്ടില്ല അച്ഛാ. ഒരു സമാധാനമില്ല. ഭയങ്കര ശല്യക്കാരാച്ച, ശല്യക്കാര്. അപ്പൊ എൻ്റെ ചോദ്യം, നിങ്ങളുടെ അയൽവാസികളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പലരും നെടുവീർപ്പൊക്കെ ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പലതരത്തിലാണ് അഭിപ്രായം. പല രീതികളിലുള്ള മനുഷ്യരുണ്ട് അല്ലേ? അനോയിങ് ആയിട്ട്, അതായത് ശല്യപ്പെടുത്തുന്ന മനുഷ്യർ, പല രീതികളിൽ ശല്യപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്, പല രൂപത്തിലും ഭാവത്തിലും അല്ലേ? അപ്പുറത്തെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി വൈകുന്നേരമാകുമ്പോൾ കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കി നമ്മുടെ വീട്ടിലെ സ്വസ്ഥത കളയുന്നു. അപ്പുറത്തെ വീട്ടിലെ പിള്ളേര് വലിയ ഒച്ച അല്ലെ, സൗണ്ട് സിസ്റ്റം പാട്ടൊക്കെ ഇട്ട് അവരിങ്ങനെ ബഹളം വയ്ക്കുന്നു, നമ്മുടെ സ്വസ്ഥത മുഴുവൻ കളയുന്നു. അവരുടെ വീട്ടിൽ പാർക്ക് ചെയ്യേണ്ട കാറ് കൊണ്ട് നമ്മുടെ വീടിന്റെ മുൻവശത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഒരു മര്യാദ കാണിക്കണ്ടേ? കഴിഞ്ഞിടയ്ക്ക് വന്ന മറ്റൊരു പരാതി, അച്ഛാ, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ മൃഗസ്നേഹികൾ. ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ മൃഗസ്നേഹികൾ? എന്ത് നല്ല കാര്യം? അവരുടെ വീടിൻ്റെ അകത്ത് കയറ്റി ഒരു പട്ടിയെപ്പോലും വളർത്തത്തില്ല, എന്നിട്ട്
ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തും അപ്പുറത്തും ഇപ്പുറത്തും കുറേ പട്ടികളെ വിളിച്ച് വരുത്തി അതുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ സഹിച്ചോണം. അവർ മൃഗസ്നേഹികളാണ്, അവരുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു പട്ടിയെപ്പോലും കയറ്റത്തില്ല. എന്നിട്ട് ഇത് ഞങ്ങളെല്ലാം സഹിച്ചോണം. ഞങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ പട്ടിക്കൂട്ടത്തിൻ്റെ അകത്തോട്ടാണ് ചെന്ന് ചാടുന്നത്. അച്ഛാ, സമാധാനം കിട്ടണ്ടേ? എന്തൊരു മനുഷ്യരാച്ചാ അത്, എന്തൊരു മനുഷ്യരാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ സമാനമായ പല പല അനുഭവങ്ങളും വരുന്നുണ്ടാവും. നിങ്ങളെ പലതരത്തിൽ ശല്യപ്പെടുത്തുന്നവർ അല്ലേ? അപ്പുറത്തെ പറമ്പിലെ മരം വളഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിൽക്കുന്നു. എന്നാൽ അതൊന്ന് വെട്ടിക്കളയണ്ടേ? ഒന്ന് വെട്ടിക്കളയണ്ടേ? ആ ഇല മുഴുവൻ വന്ന് നമ്മുടെ വീടിൻ്റെ തലയുടെ മണ്ടയിലാണ് വീഴുന്നത്. അച്ഛാ, അത് എന്ന് വേണമെങ്കിലും ആ മരം ഒടിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് വീഴാം. വെട്ടിക്കളയണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് വെട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു സ്വത്താണ് ആ മരം, പൂർവ്വപിതാക്കൾ സ്ഥാപിച്ച മരമാണ്, തൊടാൻ പാടില്ല, അത്രയും പ്രധാനപ്പെട്ട, തൊടാൻ പാടില്ല. അച്ഛാ, അത് ഉരുണ്ടി വീണാൽ ഞങ്ങളുടെ വീട് തീരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങളുടെ മരമാണ്. അപ്പുറത്തെ വീട്ടുകാർ മരം വീടിൻ്റെ മുകളിലേക്ക് വളഞ്ഞു നിൽക്കുന്നു അല്ലേ? വേറെയും ചില വീട്ടുകാരൊക്കെ ഉണ്ടേ, വീട്ടിലും അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊക്കെ അടിച്ചു വാരിയിട്ട് മതിലിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തെ വീട്ടിലോട്ടിടും. അപ്പൊ ആ വീട്ടുകാരെന്ത് ചെയ്യും? ആ വീട്ടുകാരെ തെറി പറഞ്ഞിങ്ങനെ വിഷമിക്കുന്നു. അപ്പൊ എൻ്റെ ചോദ്യം, ഈ അയൽവാസികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പലതരത്തിലുള്ള അയൽവാസികൾ നമുക്കുണ്ട്. നമ്മളെ ശല്യം ചെയ്യുന്നവരുണ്ട്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരുണ്ട്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് വേറെ ചില അയൽവാസികൾ നല്ല മനുഷ്യരുണ്ട് കേട്ടോ, അവരെ ഒന്നും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. മറിച്ച് പല സ്വഭാവക്കാരായ അയൽവാസികൾ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇന്ന് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഓ എൻ്റെ ദൈവമേ, അതെങ്ങനെ സാധിക്കും? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ അയൽവാസിയെയും നമ്മൾ സ്നേഹിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല, വളരെ ഭാരപ്പെട്ട കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാം, പക്ഷെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസം ഉള്ളിലുണ്ട്. ഈ അയൽവാസി എങ്ങനെ വടപട വന്നു? ഈ അയൽവാസി ദൈവത്തിൻ്റെ പദ്ധതിയാണോ? വിശുദ്ധ ഗ്രന്ഥം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ഐറ്റംസിനെ എല്ലാത്തിനെയും കൊണ്ടുവന്നത് തമ്പുരാൻ കർത്താവാണെന്ന്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നിന്നെ ശല്യപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന അയൽവാസിയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ആരാണ്? പറ. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇല്ല ചാ, ഞാൻ സമ്മതിക്കില്ല, ഇല്ല ഇല്ല, ഇത് ദൈവമല്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദൈവമാണ് അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവര് വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അയൽവാസിയെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. ചിലരുടെ ഉള്ളിൽ വല്ലാത്ത നീരസമുണ്ട്, ഞെരുക്കമുണ്ട്, അയൽവാസിയെ കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നിന്റെ അയൽവാസിയെ, ആ ശല്യക്കാരനെ, ശല്യക്കാരിയെ, പ്രശ്നക്കാരിയെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് കർത്താവാണ്. വലതുകര ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയരെ, ഇത് നമ്മൾ വിശ്വസിക്കണം. ഈ നിമിഷം നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് നിങ്ങളുടെ അയൽവാസികളെ നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങളുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവരെ മനസ്സിൽ കാണണം. പല ജാതിയിലും മതത്തിലും ഭാഷയിലും പെട്ടവരായിരിക്കും, നിങ്ങളെ പലതരത്തിൽ ശല്യപ്പെടുത്തുന്നവരായിരിക്കും. നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന വ്യക്തികളാവും. അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറയുന്നവരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് നിങ്ങളെ ദ്രോഹിക്കുന്നവരായിരിക്കും. പലതരത്തിൽ നിങ്ങളെ ദ്രോഹിക്കുന്നവരായിരിക്കും. രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം. ജോബ് തൻ്റെ അയൽവാസികൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട അനുഗ്രഹം ഇരട്ടിയായി ദൈവം കൊടുത്തതുപോലെ, ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽവാസികളോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ഈ മണിക്കൂറിൽ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ്, വൈരാഗ്യം, ചില നീറുന്ന അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, ഓർക്കുന്തോറും അസ്വസ്ഥപ്പെടുന്ന ചില കാര്യങ്ങൾ, ചില വ്യക്തികളുടെ മുഖങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചത്, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചത്, പലതരത്തിൽ നിങ്ങളെ ദ്രോഹിപ്പിച്ചത്, എല്ലാ അനുഭവങ്ങളെയും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കുരിശിൽ കിടക്കുന്ന ഈശോയുടെ കുരിശോട് ചേർത്ത് വെക്കുമ്പോൾ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ച ഈശോയുടെ മുഖം മനസ്സിൽ കാണട്ടെ. പിതാവേ, 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 ഇവരോട് ഞാൻ ക്ഷമിക്കുന്നു. ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. ചേർന്ന് ആരാധന 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 ആമേൻ. രാജാധിരാജന് ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. പാടി ആരാധന ആരാധന രാജാധിരാജന് ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആമേൻ. ആരാധന ആമേൻ. രാജാധിരാജന് ആരാധന. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ആരാധന നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. വലിയൊരു അഭിഷേകം ദൈവമക്കളിലേക്ക് ചൊരിയപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ആരാധന സമയം നമുക്ക് പ്രവർത്തിക്കണം. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 17-ാം തിരുവചനം പഠിപ്പിക്കുന്നു, അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഒരു ശാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. നമ്മൾ എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറുന്നത്? നീ അവരെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്നുണ്ടോ, ശല്യപ്പെടുത്തുന്നുണ്ടോ, നശിപ്പിക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ സുപ്രധാനമായ കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പനയായി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. കണ്ണുകളടയ്ക്കാം, 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. എങ്ങനെയാണ് ഞാൻ എൻ്റെ അയൽവാസിയോട് പെരുമാറുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ അയൽവാസിയെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇന്ന കാര്യങ്ങൾ ഈ വ്യക്തി എനിക്കെതിരെ ചെയ്തു, ഈ അയൽവാസി എനിക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി, എൻ്റെ അനുഗ്രഹത്തെ ഈ അയൽവാസി തടഞ്ഞു വെച്ചു, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദ്രോഹം വിതച്ചു, എൻ്റെ കുടുംബത്തിലെ പല കാര്യങ്ങളും തടഞ്ഞു വെച്ചു, എൻ്റെ കുടുംബത്തിൽ കടന്നു വന്നൊരു വിവാഹാലോചന തടഞ്ഞു വെച്ചു, എൻ്റെ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളിലും അയൽവാസി ദ്രോഹമുണ്ടാക്കി. ഒരുപക്ഷെ നിന്റെ വീട്ടിലേക്കുള്ള വഴി ചിലപ്പോൾ അയൽവാസി തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. ഒരുപക്ഷെ നിന്റെ അതിർത്തിക്കല്ല്, നമ്മുടെ അതിർത്തി എപ്പോഴും മാന്തുന്ന സ്വഭാവം, എപ്പോഴും അതിർത്തി കയറി വരുന്ന അവസ്ഥ. നിന്റെ കുടുംബ ജീവിതത്തിൽ പല മേഖലകളിൽ അനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാ സങ്കടങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിക്കുക. നിങ്ങളുടെ അയൽവാസി നിങ്ങൾക്കെതിരെ ചെയ്തുവെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഓരോരോ കാര്യങ്ങളും, നിങ്ങൾക്കെതിരെ മന്ത്രവാദം കൂടോത്രം ചെയ്തെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് സമർപ്പിക്കൂ. നിങ്ങൾക്കെതിരെ അവർ മാറിയിരുന്ന് ദുരാലോചന നടത്തുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് സമർപ്പിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ച തടയാൻ വേണ്ടി പല രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില രാഷ്ട്രീയ മേഖലകളിൽ, ചില പ്രസ്ഥാനങ്ങളിലായിരിക്കും നിങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടോ? അത് സമർപ്പിക്കുക.
നിന്റെ ജോലിയിൽ ഉയർച്ച, അയൽവാസികളാണ്, അവർ കാരണമാണ് നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് സമർപ്പിക്കുക. ഏത് സങ്കടത്തെയും ഈ അൾത്താരിൽ സമർപ്പിക്കുക. കാരണം ഈ അൾത്താര അതിനുള്ള ഉത്തരത്തിന്റെ സ്ഥലമാണ്. നീ അതെല്ലാം സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈശോ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. നീ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? അവര് പെരുമാറുന്ന അതേ നാണയത്തിലാണോ നീ തിരിച്ചടിക്കുന്നത്? അതുകൊണ്ട് എന്ത് ഗുണം? ഒരു ദൈവമകനും ദൈവമകളും ഏറ്റെടുക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള കൃപ ലൂക്കാസ് വിശേഷം 6:28. നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്റെ ജീവിതത്തിൽ നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം. ഇത് കർത്താവ് നിന്നെ ഭരമേൽപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് അതൊരു തീരുമാനമായിട്ടെടുക്കുക. കർത്താവേ, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ ദ്രോഹിക്കുന്ന അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ തീരുമാനം. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കെതിരെ വെറുപ്പും വിരോധവുമായിരിക്കും. ഈ സമയം ആ മേഖലകൾ സമർപ്പിക്കുക. ഈ സമയം നീ ചിന്തിക്കുക, നീ നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും വെറുപ്പ്, വിരോധം വെച്ച് പുലർത്തി ചില വീടുകളിൽ തന്നെ കടന്നു പോയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ചില അയൽപക്കത്തെ വീടുകളിൽ നീ പ്രവേശിച്ചിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? ചില കൊച്ചു പിണക്കങ്ങൾ വന്നതിന് ശേഷം നീ ഇപ്പോഴും അവരോട് വൈരാഗ്യത്തിലാണോ? ഈശോ പറയുന്നു, ക്ഷമിക്കുക, പൊറുക്കുക, അംഗീകരിക്കുക. ഞങ്ങളുടെ അയൽവാസികളോട് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ പെരുമാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സ്നേഹം എന്നും നിലനിർത്താനുള്ള കൃപ നൽകണമേ. എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ കർത്താവ് അതെടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം നൽകണമേ. വിശ്വാസത്തോടെ കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.